നാഗപാതയുടെ മുകളിൽ കൂടി പറന്നു പോയിക്കൊണ്ടിരുന്ന ഗോകുവിന്റെ ശക്തി ക്ഷയിക്കുന്നതും ഗോകു നാഗപാതയിൽ കൂടി ഇറങ്ങി ഓടുവാൻ ആരംഭിക്കുന്നതും ഗുഹാന്റെ ഉള്ളിലെ ശക്തിയെ വെളിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി പിക്കലോ ഗുഹാനെ എടുത്തൊരു മലയുടെ നേരെ വലിച്ചെറിയുന്നതും ഗുഹാന്റെ ഉള്ളിലെ എനർജി പുറത്തേക്ക് വന്ന മല മുഴുവൻ തകർക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കഥ ഇവിടെ തുടരുന്നത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് കേരള സ്റ്റോറി എക്സ്പ്ലെയിനർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത് ഡ്രാഗൺ ബോൾ സി സയാൻ സാഗയുടെ 6ാം എപ്പിസോഡാണ്. വരൂ കഥയിലേക്ക് പോകാം. ട്രെയിനിങ് ആരംഭിക്കുന്നതിന് വേണ്ടി പിക്കലോ പറഞ്ഞത് പ്രകാരം ഗുഹാൻ അവന്റെ മേൽവസ്ത്രങ്ങളൊക്കെ അഴിച്ച് മടക്കി വെക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കഥ ഇവിടെ ആരംഭിക്കുന്നത്. ഞാൻ ഇനി ട്രെയിനിങ്ങിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് ഗുഹാൻ പേടിച്ചുകൊണ്ട് പിക്കലോയോട് ചോദിക്കുകയും സൈക്കോ രീതിയിലുള്ള ഒരു ചിരിയും ചിരിച്ചുകൊണ്ട് ഞാൻ നിന്നെ ഇവിടെ ഇപ്പോൾ ഒറ്റയ്ക്ക് ഇട്ടേച്ച് പോകുവാൻ തുടങ്ങുകയാണ്. ഇന്നു മുതൽ 6 മാസത്തിന് നീ ഇവിടെ ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യുക. 6 മാസങ്ങൾ കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരും. അന്ന് നിനക്ക് ജീവനുണ്ടോ എങ്കിൽ അന്നു മുതൽ മിച്ചമുള്ള 6 മാസത്തിന് നിനക്ക് ഞാൻ ട്രെയിനിങ് നൽകുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിക്കലോ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പൊങ്ങുകയും അവിടെ നിന്നും പറന്നു പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നെ ഇവിടെ ഒറ്റയ്ക്കിട്ടേച്ച് പോവല്ലേ, എനിക്ക് വളരെയധികം പേടിയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗുഹാൻ അലറി കരയുന്നുണ്ടെങ്കിലും ഇവിടെ മാംസഭോജികളായ കുറെ കാട്ടുമൃഗങ്ങളുണ്ട്. നീ ഇങ്ങനെ കിടന്ന് അലറിയാൽ അവ നിന്നെ ഇപ്പൊ തന്നെ വന്ന് ആഹാരമാക്കുന്നതാണ്. എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞ് പിക്കലോ അവിടെ നിന്നും ദൂരേക്ക് പറന്നു പോകുകയും പിക്കലോ പോകുന്നതനുസരിച്ച് ഗുഹാൻ പിറകെ താഴെ നിലത്തുകൂടി ഓടി ചെല്ലുന്നുണ്ടെങ്കിലും ഒരു കല്ലിൽ തട്ടി ഗുഹാൻ എടുത്തു തല്ലി അവിടെ വീഴുകയും ചെയ്യുന്നു. ഗുഹാൻ അവിടെ ഒറ്റയ്ക്ക് നിന്ന് അലറി വിളിച്ച് കരയുന്നത് മേൽലോകത്ത് നിന്നുകൊണ്ട് കാമി നോക്കുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. കാമിയുടെ ഒപ്പമുണ്ടായിരുന്ന കാമിയുടെ അസിസ്റ്റന്റായ മിസ്റ്റർ പോപ്പോ അങ്ങ് എന്താണ് ഇത്ര കാര്യമായിട്ട് ആലോചിച്ച് നിൽക്കുന്നത് എന്ന് മിസ്റ്റർ പോപ്പോ കാമിയോട് ചോദിക്കുകയും പിക്കലോയ്ക്ക് അവന്റെ പഴയ അസുര ഗുണങ്ങളിൽ നിന്നും വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നും പിക്കലോ വളരെ ക്രൂരനായ ഒരാളിൽ നിന്നും നല്ല ഒരു വ്യക്തിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെന്നും അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്നും കാമിസാമ മിസ്റ്റർ പോപ്പിനോട് പറയുകയും ചെയ്യുന്നു. എന്നാൽ ഇത് കേൾക്കുന്ന മിസ്റ്റർ പോപ്പ് പിക്കലോയുടെ കാര്യത്തിൽ അങ്ങ് എന്തിനാണ് വിഷമിക്കുന്നതെന്ന് കാമിയോട് തിരക്കുകയും കാമി വളരെ വലിയൊരു രഹസ്യം മിസ്റ്റർ പോപ്പിനോട് പറയുകയും ചെയ്യുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കാമിയും പിക്കലോയും ഒരാളായിരുന്നുവെന്നും ഭൂമിയിൽ നിന്നും വളരെയേറെ ദൂരെ സ്ഥിതി ചെയ്യുന്ന നമക് എന്നൊരു മറ്റൊരു ഗ്രഹത്തിൽ നിന്നുമാണ് ഇരുവരും ഇങ്ങോട്ടേക്ക് വന്നതെന്നും അവർ വന്ന സമയത്ത് നമക് എന്ന ഗ്രഹത്തിലെ ഏറ്റവും ശക്തിശാലിയായ നെയിംലെസ് നമക്കിയൻ എന്നൊരു വ്യക്തിയായിരുന്നു അവരെന്നും പ്യുവർ ഹാർട്ട് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഭൂമിയുടെ ഗാർഡിയൻ ആവാൻ സാധിക്കുകയുള്ളൂ. ഭൂമിയിലേക്ക് വന്ന നെയിംലെസ് നമക്കിയനിലെ നല്ല ഗുണങ്ങളെല്ലാം ചേർന്ന് കാമിയായി മാറുകയും ചീത്ത ഗുണങ്ങളെല്ലാം ചേർന്ന് ഡീമൺ കിങ് പിക്കലോയായി മാറുകയും ചെയ്തെന്നും എന്നാൽ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഡീമൺ കിങ് പിക്കലോയെ ഗോകു കൊല്ലുകയും ഡീമൺ കിങ് പിക്കലോയിൽ നിന്നും ജൂനിയർ പിക്കലോ പുനർജനിക്കുകയും ചെയ്തു. ചുരുക്കി പറയുകയാണെങ്കിൽ നെയിംലെസ് നമക്കിയന്റെ നല്ല ഗുണങ്ങളും ചീത്ത ഗുണങ്ങളും വേർപിരിഞ്ഞ് 2 രൂപങ്ങളായി മാറുകയാണ് ചെയ്തത്. ഇവരിലാരെങ്കിലും ഒരാൾ മരിക്കുകയാണെങ്കിൽ തന്നെ അപ്പോൾ തന്നെ മറ്റേയാളും മരിച്ചു പോകുമെന്നും ഭൂമിയിലേക്ക് വരുന്ന 2 സയന്മാരെ തടയുവാൻ സാധിച്ചില്ല എങ്കിൽ പിക്കലോ ഉറപ്പായി അവരോട് യുദ്ധം ചെയ്യുകയും മരിക്കുകയും ചെയ്യുമെന്നും അതോടൊപ്പം തന്നെ താനും ഡ്രാഗൺ ബോളും സെൻട്രോണും എല്ലാം ഇല്ലാതെയാകുകയും ചെയ്യും എന്നും കാമി പറയുന്നു. ഇതെല്ലാം കേൾക്കുന്ന മിസ്റ്റർ പോപ്പോ വളരെയധികം വിഷമിക്കുകയും ചെയ്യുന്നു. ഗോകുവിന്റെ മകനായ ഗുഹാന് മാത്രമേ ഇപ്പോൾ എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. പിക്കലോയ്ക്ക് അവനെ എത്രമാത്രം ശക്തനാക്കാൻ സാധിക്കുമെന്നും അറിയില്ല എന്നും പറഞ്ഞ് കാമിയോട് വിഷമിച്ച് നിൽക്കുകയും ചെയ്യുന്നു. ശേഷം ഗുഹാൻ ഒരു മരക്കല്ലിന്റെ മുകളിൽ കയറിയിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നതും നാഗപാതയുടെ മുകളിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുന്ന ഗോകു ഗുഹാൻ ഇത്രമാത്രം ശക്തനായിരിക്കുമെന്ന് ഞാൻ ഒരിക്കൽ പോലും കരുതിയിട്ടില്ല എന്നും എന്തൊക്കെയായാലും അവൻ എന്റെ മകനല്ലേ, അതുകൊണ്ടായിരിക്കും അവൻ ഇത്ര ശക്തി എന്ന് പറഞ്ഞ് ഗോകു സന്തോഷിക്കുകയും നീണ്ടു നിവർന്നു നടക്കുന്ന നാഗപാതയിൽ കൂടി വീണ്ടും ഓട്ടം തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതിൽ കൂടി ഓടി മടുക്കുന്ന ഗോകുവിന് ഒരു ആശയം തോന്നുകയും പാമ്പിനെ പോലെ വളഞ്ഞു കിടക്കുന്ന വഴിയുടെ ഒരു വളവിൽ നിന്നും മറ്റൊരു വളവിലേക്ക് കുതിച്ച് ചാടുകയും അപ്പുറത്തെ അറ്റത്തെ എത്തുകയും ചെയ്യുന്നു. വളരെ ദൂരം കറങ്ങി ചുറ്റി ഓടുന്നതിനേക്കാൾ എളുപ്പമുണ്ടല്ലോ എന്ന് കരുതി ഗോകു പിന്നെയും അത്തരത്തിൽ കുതിച്ച് ചാടാൻ തുടങ്ങുകയും 2-3 വട്ടം ചാടിയതോടെ ഗോകുവിന്റെ എനർജി താഴുകയും അവൻ മേഘത്തിലേക്ക് വീണ് താഴേക്ക് പോകുവാൻ തുടങ്ങുകയും കുറെ കൈകൾ വന്നവനെ വലിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് പേടിച്ച് ഗോകു അതിനെല്ലാം തട്ടിമാറ്റി മുകളിലേക്ക് കുതിച്ചു ചാടി നാഗപാതയിൽ വീണ്ടും കയറി നിൽക്കുകയും ഒരു നിമിഷം പേടിച്ചുപോയി ഗോകു അതിലിരിക്കുകയും കുറച്ചുനേരം വിശ്രമിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. ശേഷം നമ്മൾ കാണുന്നത് ഗുഹാൻ ഒരു കല്ലിൽ മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുകയും അവന്റെ പുറകിൽ നിന്ന് മാരകമായ ഒരു ഭീകര ശബ്ദം കേൾക്കുകയും അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഭീമാകാരമായ വളരെ വലിയൊരു ദിനോസറിനെ കാണുകയും അവൻ ജീവനിൽ ഭയന്ന് ഓടുകയും ചെയ്യുന്നു. ഓടുന്ന ഗുഹാൻ ഒരു കല്ലിൽ തട്ടി തെന്നി വീഴുന്നുണ്ടെങ്കിലും ദിനോസർ അവനെ തിന്നാൻ തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് അവന്റെ ഉള്ളിൽ നിന്നും വന്ന മിന്നിൽ മാറുന്ന ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് അവനൊരു മലയുടെ മുകളിലേക്ക് മാറുകയും തൽക്കാലത്തേക്ക് രക്ഷപ്പെടുകയും ചെയ്യുന്നു. മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുന്ന ഗുഹാൻ ആഴം കണ്ട് വളരെയധികം പേടിക്കുകയും എങ്ങനെയാണോ മലയുടെ മുകളിലേക്ക് ചെന്നതെന്ന് ആലോചിക്കുകയും ആരെങ്കിലും മലയുടെ താഴെ ഇറക്കണേ എന്നും പറഞ്ഞ് അലറി കരയുകയും ചെയ്യുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് നാഗപാതയിൽ കൂടി ഗോകു ഊർജ്ജസ്വലനായി ഓടിക്കൊണ്ടിരിക്കുന്നതും ഗ്രേറ്റ് കിങ് യമയുടെ അടികൾ പറഞ്ഞതനുസരിച്ച് മരിച്ച ആൾക്കാർക്ക് വിശപ്പുണ്ടാവില്ല എന്നും എന്നാൽ തനിക്ക് വളരെയധികം വിശക്കുന്നു എന്നും പറഞ്ഞ് ഗോകു വിഷമിക്കുന്നതുമാണ്. ശേഷം നമ്മൾ കാണുന്നത് ഗുഹാന്റെയും ഗോകുവിന്റെയും കാര്യം ചീച്ചിയോട് പറയാനൊക്കാതെ കാമ്പി ഹൗസിൽ തിരിച്ചു വന്ന ക്രില്ലിൻ മാസ്റ്റർ റോഷിയോടും പുലിമയോടും മാപ്പ് പറയുന്നതും ഗോകുവിന്റെ വീട്ടിലുണ്ടായിരുന്ന മിച്ച 2 ഡ്രാഗൺ ബോളുകൾ എടുക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നതുമാണ്. പിന്നീട് നമ്മൾ കാണുന്നത് രാത്രി സമയമായിട്ട്
സമയത്തും ഗുഹാൻ മലയുടെ മുകളിൽ പേടിച്ചു വിറച്ചിരിക്കുന്നതും വളരെയധികം വിശക്കുന്നതുകൊണ്ട് അവനോട് കരഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ പെട്ടെന്നൊരു കാറ്റടിക്കുകയും അവിടെ 2 ആപ്പിളുകൾ വന്ന് വീഴുകയും ചെയ്യുന്നു. ആപ്പിളുകൾ എവിടെ നിന്നാണ് വന്നതെന്ന് അവന് മനസ്സിലാവുന്നില്ലെങ്കിലും വിശക്കുന്നതുകൊണ്ട് അത് രണ്ടും അവൻ ചാടിയെടുത്ത് കഴിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഗുഹാനിൽ നിന്നും കുറച്ചധികം ദൂരത്തിൽ അന്തരീക്ഷത്തിൽ പറന്നു നിൽക്കുന്ന പിക്കലോയെ കാണിക്കുകയും ഞാനായിട്ട് ഇവന് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്ന ഇത് അവസാനത്തെ തവണയായിരിക്കും, ഇനി ഇവൻ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ അവൻ തന്നെ മലയുടെ താഴെ ഇറങ്ങി സ്വന്തമായിട്ട് ഫുഡ് കണ്ടെത്തണം എന്ന് പിക്കലോ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പറന്നു പോകുന്നു. ശേഷം നമ്മൾ കാണുന്നത് നേരെ ഇരട്ടി വെളുക്കുകയും ഗുഹാൻ ഉറക്കം എണീക്കുകയും മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുന്ന ഗുഹാൻ വീണ്ടും പേടിച്ച് വിറച്ച് ആരെങ്കിലും എന്നെ രക്ഷിക്കണേ എന്നും പറഞ്ഞ് കരയുന്നതുമാണ്. എന്നാൽ വളരെ ദൂരെ മാറി നിൽക്കുന്ന പിക്കലോ നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നീ സ്വന്തമായിട്ട് താഴെ ഇറങ്ങി വല്ല ഫുഡും കണ്ടെത്തണം എന്നും പറഞ്ഞ് ഗുഹാൻ കാണാതെ അന്തരീക്ഷത്തിൽ മാറി നിൽക്കുകയും ചെയ്യുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഗുഹാനെയും ഗോക്കുനെയും തപ്പി ചേച്ചി വളരെ ദേഷ്യത്തിൽ ഒരു വിമാനം ഓടിച്ചുകൊണ്ട് ചേച്ചിയുടെ അച്ഛനെയും കൂട്ടി കാമി ഹൗസിലേക്ക് പോകുന്നതാണ്. അതേസമയം ബുൽമ റാഡിസിന്റെ തകർന്നുപോയ എനർജി മീറ്റർ നന്നാക്കി എടുക്കുകയും അത് മാസ്റ്റർ റോഷിയോടും ക്രില്ലിനോടും പറയുകയും അതുപയോഗിച്ച് മാസ്റ്റർ റോഷിയുടെ പവർ ലെവൽ നോക്കുകയും അത് 139 എന്ന് കാണിക്കുകയും അതിനുശേഷം ക്രില്ലിന്റെ പവർ ലെവൽ നോക്കുകയും അത് 206 കാണിക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് അവരുടെ വീടിന്റെ വെളിയിൽ നിന്ന് ആരോ അവരെ വിളിക്കുകയും ക്രില്ലിൻ പുറത്തു നിന്ന് നോക്കുമ്പോൾ യാജിറോബി എന്നൊരു സമുറായി കരിൻസാമ പറഞ്ഞത് പ്രകാരം ഭൂമിയിലെ സീ ഫൈറ്റേഴ്സിനെ എല്ലാവരെയും കൂട്ടി കരിൻസാമയുടെ താവളത്തിലേക്ക് ചെല്ലുവാൻ വേണ്ടി ക്രില്ലിനോട് കരിൻസാമയുടെ സന്ദേശം അറിയിക്കുന്നതിന് വേണ്ടി യാജിറോബിയെ പറഞ്ഞു വിട്ടതാണെന്ന് അദ്ദേഹം പറയും. അതും പറഞ്ഞു തിരികെ വിമാനത്തിലേക്ക് കയറാൻ ശ്രമിക്കുന്ന യാജിറോബി ഒരു കാര്യം കൂടി പറയാനുണ്ട്, നിങ്ങളുടെ സുഹൃത്തായ ഗോക്കു ഇപ്പോൾ ഡ്രാഗൺ ബോളുകൾ ഉപയോഗിച്ച് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരേണ്ടെന്നും ഭൂമിയിലേക്ക് 2 സയാന്മാർ വരുന്നതിന് തൊട്ട് മുൻപ് മാത്രം അദ്ദേഹത്തെ വിളിച്ചാൽ മതിയെന്നും ഇപ്പോൾ അദ്ദേഹം കിങ്കായ് എന്നൊരു ഗോഡിന്റെ അടുത്തേക്ക് ട്രെയിനിങ്ങിന് വേണ്ടി പോവുകയാണെന്നും നിങ്ങളോട് പ്രത്യേകം പറയാൻ പറഞ്ഞെന്നും പറഞ്ഞ് അദ്ദേഹം വിമാനത്തിൽ കയറി അവിടെ നിന്നും പോകുന്നു. അതുകൂടെ കേൾക്കുന്നവർ ഷോക്കടിച്ച് ചാകുന്നത് പോലെ ഞെട്ടി വരേണ്ടി നിൽക്കുന്നതും അതേസമയം തന്നെ ദൂരത്തു നിന്നും മറ്റൊരു വിമാനം പറന്നു വരുന്നത് കാണിക്കുകയും ഇവർ 3 പേര് സൂക്ഷിച്ചു നോക്കുമ്പോൾ അത് വരുന്നത് ചേച്ചിയാണെന്ന് മനസ്സിലാക്കുകയും പെട്ടെന്ന് ഇവരുടെ ഉള്ളിൽ കൂടെ ഒരു കൊള്ളിയാൻ പായുകയും ചെയ്യുന്നു. ചേച്ചിയുടെ അച്ഛനോട് വന്നിറങ്ങുമ്പോഴേ മാസ്റ്റർ റോഷിയോട് തലയൊക്കെ കൊമ്പിട്ട് പ്രണാമമൊക്കെ പറയുന്നുണ്ടെങ്കിലും വളരെ ദേഷ്യത്തിൽ നിൽക്കുന്ന ചേച്ചിയോടും ചേച്ചിയുടെ അച്ഛനോടും ഇനി സത്യം മറച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കുന്ന മാസ്റ്റർ റോഷി സത്യങ്ങളെല്ലാം പറയും. ഗുഹാനെ ആ ദുഷ്ടനായ പിക്കല എടുത്തോണ്ട് പോയെന്നും ഗോക്കു മരിച്ചുപോയെന്നും കേൾക്കുന്ന ചേച്ചിയുടെ തല ഇറങ്ങി വീഴുകയും ചെയ്യുന്നു. പക്ഷേ പേടിക്കണ്ട, എത്രയും വേഗം ഡ്രാഗൺ ബോളുകൾ തേടിയെടുത്ത് ഗോക്കുവിനെ തിരിച്ചു കൊണ്ടുവരാ എന്നവർ വാക്ക് കൊടുക്കുകയും ചെയ്യും. ശേഷം നമ്മൾ കാണുന്നത് ഇമ വെട്ടാതെ ധ്യാനം ചെയ്തുകൊണ്ട് അന്തരീക്ഷത്തിൽ പറന്ന് നിൽക്കുന്ന പിക്കലോ ഗുഹാനെ നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് വളരെ ശക്തമായിട്ട് അവിടെ നിലാവെളിച്ചം അടിക്കുകയും ഗുഹാൻ പെട്ടെന്ന് ഉറക്കം എണീക്കുകയും ചന്ദ്രനെ നോക്കി നിൽക്കുകയും അവന്റെ വാലുകൾ ആടുകയും ചെയ്യുന്നതാണ്. ആ സമയം വിചിത്രമായി എന്തോ നടക്കാൻ പോകുന്നുവെന്ന് മനസ്സിലാക്കുന്ന പിക്കലോ കണ്ണൊന്ന് മൂടി തുറക്കുന്നതിന് മുമ്പ് തന്നെ ചന്ദ്രനെ കാണുന്ന ഗുഹാന്റെ കണ്ണുകൾ ചുമന്ന നിറത്തിലേക്ക് മാറുകയും ഗുഹാന്റെ ശരീരം വളരെ വലുതാവുകയും ഗുഹാൻ പെട്ടെന്ന് ഒരു രാക്ഷസ വാനരനായി മാറുകയും അവിടെ ഉണ്ടായിരുന്ന മലയെല്ലാം ചവിട്ടിപ്പൊടിക്കുകയും ചുറ്റുമുള്ള മലകളും എല്ലാം എനർജി അറ്റാക്കുകൾ ഉപയോഗിച്ച് നശിപ്പിക്കുകയും അവിടെ മുഴുവൻ വ്യാപകമായി നശിപ്പിച്ച് തകർപ്പണമാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇത് കാണുന്ന പിക്കലോ ഞെട്ടി വിറയ്ക്കുകയും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാതെ നിൽക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഗുഹാനെ വിട്ട 5 മിനിറ്റിനുള്ളിൽ സയാന്മാർ വരുന്നതിന് മുൻപേ ഗുഹാൻ തന്നെ ഈ ഭൂമി മുഴുവൻ നശിപ്പിക്കുമെന്ന് പിക്കലോയ്ക്ക് മനസ്സിലാവുകയും റാഡിസ് പറഞ്ഞതുപോലെ നിലാവെളിച്ചം അടിച്ചതിനാലാണ് ഇവൻ ഇത്രയ്ക്ക് വാനര രൂപത്തിലേക്ക് മാറിയതെന്ന് പിക്കലോ മനസ്സിലാക്കുകയും പെട്ടെന്ന് അവന്റെ വാല് മുറിക്കുന്നതിനേക്കാൾ നല്ലത് ഈ ചന്ദ്രനെ തന്നെ ഇല്ലാതാക്കുകയാണെന്നും പറഞ്ഞ ചന്ദ്രനിലേക്ക് ഒരു എനർജി അറ്റാക്ക് അയച്ച് പിക്കലോ ചന്ദ്രൻ തന്നെ ഇല്ലാതാക്കുകയും നിലാവെളിച്ചം ഇല്ലാതെന്നോടെ ഗുഹാൻ നോർമലാവുകയും മനുഷ്യരൂപത്തിലേക്ക് മാറുകയും കുഴഞ്ഞു നിലത്ത് വീഴുകയും ചെയ്യുന്നു. ഗുഹാന്റെ ശക്തികൾ കൂടുതൽ തിരിച്ചറിയുന്ന പിക്കലോ വളരെയധികം സന്തോഷിക്കുകയും ഓരോ സമയം വളരെയധികം പേടിക്കുകയും ചെയ്യുന്നു. ഇവൻ ഈ വാലുള്ളത് കൊണ്ടാണ് വാനര രൂപത്തിലേക്ക് മാറുന്നത്, അതുകൊണ്ട് ഇനി ഇവൻ ഈ വാല് വേണ്ട എന്നും പറഞ്ഞ് ഗുഹാന്റെ വാലുകൾ പറിച്ചു കളയുകയും അവന് ഗോക്കു ഇട്ടിരുന്ന പോലെയുള്ള വസ്ത്രങ്ങൾ പിക്കലോയുടെ ദൈവിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഗുഹാനെ അണിയിക്കുകയും ദൈവിക ശക്തി കൊണ്ട് തന്നെ ഉണ്ടാക്കിയ ഒരു വാളും ഗുഹാന്റെ അടുത്ത് വെക്കുകയും ഇനി 6 മാസങ്ങൾക്ക് ശേഷമേ നമ്മൾ തമ്മിൽ കാണൂ എന്ന് പറഞ്ഞുകൊണ്ട് പിക്കലോ അവിടെ നിന്നും പറന്നു പോകുന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക. 1000 സബ്സ്ക്രൈബ്സ് നേടുവാനുള്ള യാത്രയിലേക്ക് ഒരു സബ്സ്ക്രൈബ് നൽകി സഹകരിക്കുക. അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ രേഖപ്പെടുത്തുവാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തുടർന്നുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, വന്ദനം.